അത് നമ്മളോട് കൃഷ്ണൻ പറഞ്ഞു. സമശത്രൗച മിത്രേച തദാമാന അപമാനയോഹോ ശീത ഉഷ്ണ സുഖ ദുഃഖേഷു സമസംഗ വിവർജിത. ഒരാളോടും പരിധിക്കപ്പുറം അറ്റാച്ച്മെന്റ് വേണ്ട. പരിധിക്കപ്പുറം അറ്റാച്ച്മെന്റ് പ്രശ്നങ്ങളെ സൃഷ്ടിക്കും അർജുന. സംഗാത് സഞ്ജായതേ കാമ. എന്തൊരു ഉപദേശം അറിയാമോ കൃഷ്ണന്റെ? ആ കൃഷ്ണന് എല്ലാവരോടും നാരായണ പണിക്കരെ പോലെ സമദൂര സിദ്ധാന്തായിരുന്നു. സമദൂര സിദ്ധാന്തായിരുന്നു. ഹിന്ദുവിനെ കുളം തോണ്ടാനും മറിച്ചും എല്ലാത്തിനും ഒരേതുണ്ടാകും, ഒരേ സമദൂരം കൃത്യമായിട്ട് നമുക്കറിയാൻ സാധിക്കും. കൃഷ്ണന്റെ അടുത്ത് വന്ന് അർജുനൻ ചോദിച്ചു, അങ്ങയുടെ സഹായം യുദ്ധത്തിൽ വേണം. ദുര്യോധനനും ചോദിച്ചു, അങ്ങയുടെ സഹായം വേണം. കൃഷ്ണൻ എന്താ പറഞ്ഞത്? എന്താ വേണ്ടത് ചോദിച്ചോളാൻ പറഞ്ഞു. കൗരവപക്ഷത്തുനിന്ന് വന്നവർ പറഞ്ഞു, അങ്ങയുടെ സൈന്യത്തെ വേണം, എടുത്തോളാൻ പറഞ്ഞു. അർജുനനോട് ചോദിച്ചു, നിനക്കെന്താ വേണ്ടത്? അങ്ങയെയാണ് വേണ്ടത്. അങ്ങയെ വേണമെന്ന് പറഞ്ഞപ്പോ കൃഷ്ണൻ എന്താ പറഞ്ഞത്? ഞാൻ നിന്റെ കൂട്ടത്തിൽ വരാൻ തയ്യാറാണ്, പക്ഷെ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കണം അർജുന, ഞാൻ കുരുക്ഷേത്ര ഭൂമിയിൽ ആയുധമെടുക്കില്ല. കുരുക്ഷേത്ര ഭൂമിയിൽ ആയുധമെടുക്കില്ല. പിന്നെ എന്തിനാ കൃഷ്ണൻ കുരുക്ഷേത്ര ഭൂമിയിൽ വരുന്നത്? ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണോ എന്നാരെങ്കിലും ചോദിച്ചാൽ എന്താ പറയാ? അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ, വരാൻ തയ്യാറാണ്, ബട്ട് ഐ വിൽ നോട്ട് ടേക്ക് എ വെപ്പൺ ഇൻ മൈ ഹാൻഡ്. അവിടെ ഒരു ലോജിക് ഉണ്ട്. ഈ 51.5 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും കൃഷ്ണൻ എങ്ങനെ അജയ്യനായിട്ട് നിൽക്കുന്നു? കൃഷ്ണന്റെ അടുത്ത് കൃഷ്ണൻ ചെയ്തത് തെറ്റാണ് എന്ന് ലോകത്തിൽ ഒരാളും പറയില്ല, ഒരാളും പറയില്ല. അതാണ് കൃഷ്ണന്റെ സൈന്യം കൗരവപക്ഷത്ത് അപ്പുറത്ത് നിൽക്കുന്നു, കൃഷ്ണൻ ഇപ്പുറത്ത് നിൽക്കുന്നു. ലോകത്തിൽ ഏതെങ്കിലും ഒരു കഥയിലോ നാടകത്തിലോ നോവലിലോ ചരിത്രത്തിലോ ഒരു രാജ്യത്തിന്റെ രാജാവ് ഇപ്പുറത്ത്, രാജാവിന്റെ സൈന്യങ്ങൾ അപ്പുറത്ത് നിൽക്കുന്ന ഒരു ചരിത്രമോ കഥയോ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് ഭാരത യുദ്ധം മാത്രം. ഭാരത യുദ്ധത്തില് കൃഷ്ണൻ ഇപ്പുറത്ത്, കൃഷ്ണന്റെ യാദവ സൈന്യം അപ്പുറത്ത്. എന്താ കാരണം? കൃഷ്ണന് ശത്രുക്കളില്ല, കൃഷ്ണന് മിത്രങ്ങളില്ല. താൻ ഇപ്പുറത്താണെങ്കിൽ തന്റെ സൈന്യങ്ങൾ അപ്പുറത്തിരിക്കട്ടെ എന്ന് പറഞ്ഞു. മാത്രല്ല, കൃഷ്ണൻ എന്തുകൊണ്ട് ആയുധമെടുത്തില്ല? കൃഷ്ണൻ ആയുധമെടുത്താൽ അത് ആരിലാണോ പ്രയോഗിക്കുന്നത് അവര് ശത്രു എന്ന് ലേബൽ ചെയ്യപ്പെടും. അപ്പൊ കൃഷ്ണന് ശത്രുക്കളുണ്ട് എന്ന് വരും. അതുകൊണ്ട് കൃഷ്ണൻ പറഞ്ഞു, ഐ വിൽ നോട്ട് ടേക്ക് ദ വെപ്പൺ ഇൻ മൈ ഹാൻഡ്. ഇംഗ്ലീഷിലല്ല പറഞ്ഞത്, സംസ്കൃതത്തില്. ഞാൻ അതിനെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തേ ഉള്ളൂ. അപ്പോ ആ അൺബയസ്ഡ് ആയിട്ടുള്ള കൃഷ്ണനെയാണ് നമുക്ക് കുരുക്ഷേത്ര ഭൂമിയിൽ കാണാൻ സാധിക്കുക. മാത്രല്ല, ഫാർ സൈറ്റഡ് ആയിട്ടുള്ള ശ്രീകൃഷ്ണൻ, മുൻകൂട്ടി കാര്യങ്ങൾ പറയാൻ കഴിയുന്നൊരു ശ്രീകൃഷ്ണനുണ്ട്. എന്താ ശ്രീകൃഷ്ണൻ അങ്ങനെ പറയാൻ കാരണം? തളർന്നു വീണ അർജുനൻ 2ാമത്തെ ദിവസം കൃഷ്ണന്റെ അടുത്ത് പറയുന്നുണ്ട്, കൃഷ്ണ, ഞാൻ യുദ്ധത്തിന് ഇറങ്ങിയത് അബദ്ധായി, എനിക്ക് വിഷമം തോന്നുന്നു കൃഷ്ണ, ഞാൻ ജയിക്കില്ലെന്ന് ഇപ്പൊ എനിക്ക് ഉറപ്പാണ്. എന്താ കാരണം? എന്നേക്കാൾ ശക്തിമാനായ കർണൻ അപ്പുറത്തുണ്ട്, എന്നെ ഈ വിദ്യ പഠിപ്പിച്ച ദ്രോണാചാര്യ അപ്പുറത്തുണ്ട്, ഞങ്ങളുടെ പിതാമഹനായ ഭീഷ്മർ അപ്പുറത്തുണ്ട്. അത്ര ഗംഭീരമായിട്ടുള്ളവരെല്ലാം അപ്പുറത്ത് നിൽക്കുമ്പോ ഞാൻ എങ്ങനെ ജയിക്കും കൃഷ്ണ? എനിക്ക് പേടിയാവുന്നു കൃഷ്ണ എന്നാ പറഞ്ഞത്. ആദ്യം അങ്ങനെയൊന്നും പറഞ്ഞില്ല, 2ാമത്തെ ദിവസമാകുമ്പോഴാ പറഞ്ഞു, എനിക്ക് പേടിയാവുന്നു കൃഷ്ണ. അപ്പൊ കൃഷ്ണൻ ശാന്തമായിട്ട് പറഞ്ഞു, പേടിക്കാനൊന്നുമില്ല, നിയതി, ഡെസ്റ്റിനി, അടുത്ത 17 ദിവസം എന്ത് സംഭവിക്കുമെന്ന് നിശ്ചയിച്ചിട്ടുണ്ട് അർജുന. നീ അതിനെക്കുറിച്ചൊക്കെ എന്തിനാവശ്യമില്ലാണ്ട് വിഷമിക്കുന്നത്? ഐ ആം ഹിയർ, ഞാനുണ്ടല്ലോ അർജുന ഇവിടെ. എന്തിനാ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ആലോചിക്കും? എന്തൊരു ഉറച്ച കൃഷ്ണന, ഈ മയിൽപീലിയുള്ള കൃഷ്ണനൊന്നും അല്ലാതെ, അതിങ്ങനെ ഇടത്തെ കൈ കാലിന്റെ മുമ്പിൽ വലത്തെ കാലിട്ട കൃഷ്ണനൊന്നുമല്ല. ഈ ഓടക്കുഴൽ പിടിച്ചോണ്ട് കൃഷ്ണ മഹാഭാഗ്യം. ഇവിടെയുള്ള എല്ലാ ഓടക്കുഴലിന്റെ കൈ, കൃഷ്ണന്റെ കയ്യിൽ ഓടക്കുഴലുണ്ട്. നമ്മുടെ വീട്ടിലെല്ലാ കൃഷ്ണന്റെ കയ്യിൽ ഓടക്കുഴൽ മാറ്റി. എന്തിനറിയോ? ആരോ പെന്തക്കോസ്തുകാരൻ പറഞ്ഞു, ഓടക്കുഴൽ കൃഷ്ണന്റെ കയ്യിലുണ്ടെങ്കിൽ ഐശ്വര്യമൊക്കെ ഊതിപ്പോകുന്ന. അപ്പോ ഇനി നാളെ വേറെ ആരെങ്കിലും പറയുകയാണെന്ന് വിചാരിക്കുക, ശ്രീകൃഷ്ണന്റെ കഴുത്തിന്റെ മുകളിൽ തല വെച്ചാൽ ഈ രീതിയിൽ വെച്ചാൽ കുഴപ്പമാണെന്ന് പറയാൻ അതുപോലും മാറ്റാൻ വിഷമമില്ലാത്ത ചിലവരായി നമ്മൾ തീരാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം. അതായത്, ഈ ഓടക്കുഴലില്ലാത്ത ഒരു കൃഷ്ണനെ ചിന്തിക്കാൻ പറ്റുമോ? ലോകത്തില് ചീപ്പസ്റ്റ് ആയിട്ടുള്ള മോസ്റ്റ് ഗ്ലോറിയസ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ആണ് ഓടക്കുഴല്.
ചീപ്പസ്റ്റ് ആയിട്ടുള്ള മോസ്റ്റ് ഗ്ലോറിയസ് ഇൻസ്ട്രുമെന്റ് ആണ് ഓടക്കുഴല്. ടൈറ്റാനിക് എന്ന സിനിമ വിജയിച്ചതിന്റെ പുറകില് ഓടക്കുഴലാണ്. ടൈറ്റാനിക് എന്ന സിനിമ വിജയിച്ചതിന്റെ പുറകില് ഓടക്കുഴലിന്റെ ശബ്ദമാണ് എന്നാണ് അനാലിസിസ്. ആ സംഗീതം അങ്ങനെയുള്ള ഓടക്കുഴല് മാറ്റി നമ്മുടെ വീട്ടിൽ ഐശ്വര്യം ഉണ്ടാക്കാൻ ശ്രമിക്കല്ലേ എന്ന് ഞാനൊന്ന് അഭ്യർത്ഥിക്കാം. ആ ശ്രീകൃഷ്ണൻ ഫാർസൈറ്റഡ്നെസ് 18 ദിവസം എന്തെല്ലാം സംഭവിക്കുമെന്ന് കൃത്യമായിട്ട് ഞാൻ നിനക്ക് പറഞ്ഞു തരാം അർജുന എന്ന് പറഞ്ഞ കൃഷ്ണൻ പറഞ്ഞു, ഞാൻ ഇവിടെ എഴുതി വെക്കാം, നീ ചെന്ന് ഭീഷ്മരോട് ചെന്ന് ചോദിക്കാം എന്തൊക്കെ സംഭവിക്കും. ഇദ്ദേഹം ഭീഷ്മരുടെ അടുത്ത് കൃഷ്ണനും അർജുനനും ചെന്ന് ഭീഷ്മരോട് ചോദിക്കാം, എനിക്ക് പരാജയ ഭീതിയുണ്ട് പിതാമഹ, ഞാൻ ജയിക്കോ എന്ന് സംശയം. അപ്പോഴാണ് ഭീഷ്മർ പറയുന്നത്, എന്തിനാ അർജുന നീ എന്റെ അടുത്ത് വന്നത്? നിന്റെ കൂട്ടത്തിൽ വന്ന കൃഷ്ണൻ ഇതൊക്കെ അറിയാലോ. അദ്ദേഹം 14 ലോകത്തെയും വിരൽത്തുമ്പുകൊണ്ട് അമ്മാനമാടി ഭൂതഭാവി വർത്തമാന കാലത്തെ വിശദീകരിക്കാൻ കഴിവുള്ള കൃഷ്ണന്റെ മുമ്പിൽ നിന്നുകൊണ്ട് നീ എന്റെ അടുത്ത് ഈ ചോദ്യം ചോദിക്കാൻ വന്നത് എന്തിനാണ് എന്ന് പറഞ്ഞ് ഭീഷ്മര് 18 ദിവസങ്ങളിൽ സംഭവിക്കാൻ പോകുന്നത് അർജുനനോടങ്ങ് വ്യക്തമായിട്ട് വിവരിക്കാം. അത് തന്നെയാ കൃഷ്ണൻ പറഞ്ഞത്, ഒരു വ്യത്യാസമില്ല. അതായത് ഫ്യൂച്ചറോളജി, സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ശ്രീകൃഷ്ണൻ, സോഷ്യോളജിസ്റ്റ് ആയിട്ടുള്ള ശ്രീകൃഷ്ണൻ, ക്ഷമയുടെ മൂർത്തിമത് ഭാവമായ ശ്രീകൃഷ്ണൻ, ഫ്യൂച്ചറോളജിസ്റ്റായ ശ്രീകൃഷ്ണൻ, ഭാവി കാലത്തെക്കുറിച്ച് മൊത്തം വിവരിക്കാൻ കഴിവുള്ള ശ്രീകൃഷ്ണൻ. മാത്രല്ല ആ ശ്രീകൃഷ്ണന് എവിടെയെങ്കിലും കാല് തെറ്റിയിട്ടുണ്ടോ നോക്കുക, തെറ്റിയിട്ടില്ല. ശ്രീകൃഷ്ണൻ 11ാമത്തെ വയസ്സ് വരെ ദേവകിയെ കാണാൻ പോയിട്ടില്ല, അമ്മയെ കാണാൻ പോയിട്ടില്ല. ആ സമയം വരെ ഒരു 200 പ്രാവശ്യമെങ്കിലും കുന്തിയെ കാണാൻ പോയിട്ടുമുണ്ട്. എന്നിട്ട് ഒരിക്കല് കൃഷ്ണനോട് ചോദിക്കേണ്ട, നീ അവതാരമായ കൃഷ്ണനല്ലേ, നിനക്ക് ജന്മം നൽകിയ ദേവകി അവിടെ കാരാഗ്രഹത്തിൽ കിടക്കല്ലേ, നീ ഇന്ന് വരെ ദേവകിയെ കുറിച്ച് നിന്റെ അമ്മയെ കുറിച്ച് ഒരക്ഷരം പറഞ്ഞില്ലല്ലോ, പകരം നീ കുന്തിയെ കുറിച്ച് ഇത്രയധികം ദിവസവും വിസിറ്റ് ചെയ്യാറുണ്ടല്ലോ, എന്തിനാണ്? എന്താ ഉത്തരം കൊടുത്തേ അറിയോ? എന്റെ അമ്മയുടെ അടുത്ത് അമ്മയെ ആശ്വസിപ്പിക്കാൻ അച്ഛനുണ്ട് അവിടെ, ഇവിടെ കുന്തിയുടെ അടുത്ത് ആശ്വസിപ്പിക്കാൻ പാണ്ഡു ഇല്ല, ആരുമില്ല. പാവപ്പെട്ട 5 കുട്ടികളെയും വെച്ചുകൊണ്ട് ആ അമ്മ, എന്റെ അച്ഛന്റെ സഹോദരി കഷ്ടപ്പെടുമ്പോൾ ഞാൻ അവിടെയല്ലേ പോവേണ്ടത്? എവിടെയാ ബന്ധം, ഗാഢത എന്ന് ചിന്തിക്കുക. കുന്തിയുടെ അടുത്ത് ആർക്കാണോ ഭക്തി, ആർക്കാണോ ആവശ്യം, ആരാണോ ഈശ്വരനെ കാണാനായി ആഗ്രഹിച്ച് നിൽക്കുന്നത്, അവരുടെ അടുത്തേക്ക് കൃഷ്ണൻ എത്തി. ബന്ധമുള്ളത് കൊണ്ട് മാത്രം അവിടെ എത്തണമെന്ന് നിർബന്ധമില്ല. അതാണ് കൃഷ്ണന്റെ മഹത്വം. ഇനിയുണ്ട് കൃഷ്ണന്റെ മഹത്വം. ഇനി സംഭവങ്ങളിലേക്ക് ഞാനൊന്ന് കടക്കാം. ഈ കഴിഞ്ഞ നവംബർ മാസത്തില് ലോസ് ഏഞ്ചൽസിലേക്ക് പോവാൻ ഒരു ഭാഗ്യം എനിക്ക് ഉണ്ടായി. ഞാൻ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. കാലിഫോർണിയയിലെ ലോസ് ഏഞ്ചൽസിലെ എയർപോർട്ടിൽ ഇറങ്ങിയപ്പോ എന്നെ റിസീവ് ചെയ്യാൻ വന്നത് ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ 2 ഇന്ത്യൻ പ്രൊഫസർമാരായിരുന്നു. റിസീവ് ചെയ്യാന്ന് വെച്ചാൽ സ്വീകരിക്കാനല്ല, എന്നെ എവിടെയാണ് പ്രോഗ്രാം നടക്കുന്നത് എന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ. ആ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർമാര് ഞാൻ ആ എയർപോർട്ടിൽ ഇറങ്ങിയപ്പോ എന്റെ കയ്യിൽ ആദ്യമായിട്ട് തന്നത് ദ ബിസിനസ് വീക്ക് എന്ന അമേരിക്കൻ പബ്ലിക്കേഷനാണ്. ബിസിനസ് വീക്ക് എന്ന അമേരിക്കൻ പബ്ലിക്കേഷൻ അമേരിക്കയെ ബിസിനസ് മണ്ഡലത്തില് മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്ന അമേരിക്കൻ ബിസിനസ്മെന്റെ പബ്ലിക്കേഷനാണ്. വീക്കിലിയാണ് ബിസിനസ് വീക്ക്. അത് എന്റെ കയ്യിൽ തന്നപ്പോ അതിന്റെ ഫ്രണ്ട് പേജില് ഭഗവത്ഗീത ഉപദേശിക്കുന്ന ശ്രീകൃഷ്ണൻ, അപ്പുറത്ത് തൊഴുതുകൊണ്ട് അർജുനൻ. ബിസിനസ് വീക്കിൽ കൃഷ്ണനും അർജുനനും. എനിക്കൊരു സംശയം തോന്നി, അമേരിക്കയുടെ ഭരണം എങ്ങാനും മാറിയോ? പണ്ട് ഇവിടെ ഭരിച്ചവരെങ്ങാനും ആണോ അവിടെ ഭരിക്കുന്ന? ഒരു മാറ്റമില്ല. ബിസിനസ് വീക്കില് കൃഷ്ണന്റെയും അർജുനന്റെയും ചിത്രങ്ങള് ഫ്രണ്ട് പേജില്, എന്നിട്ട് ചുവട്ടില് ദ ന്യൂ മന്ത്ര ഇൻ US business. Gita becomes the new mantra in US business. Gita becomes the new mantra in US business. ഇതാണ് അമേരിക്കയിലെ ബിസിനസ് കമ്മ്യൂണിറ്റിയില്
ഭഗവത്ഗീതയാണ് പുതിയ മന്ത്രമായിരിക്കുന്നത്. വളരെ രസം തോന്നി, എന്തു ഗംഭീരമായിട്ടാണ്. എന്നിട്ട് ആ ഒരു ബിസിനസ് വീക്കില് 51.5 നൂറ്റാണ്ട് മുമ്പ് ഇവിടെ ജനിച്ച ശ്രീകൃഷ്ണൻ പറഞ്ഞത് അമേരിക്കൻ ബിസിനസ്സുകാർ അത് എടുക്കാം, ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ സിലബസിന്റെ ഭാഗമാക്കിയിട്ട് ഭഗവത്ഗീതയെ മാറ്റുക, കെല്ലോഗ്സ് കോളേജിലും ഡാർട്ട്മൗത്ത് കോളേജിലും ഭഗവത്ഗീതയുടെ അപ്രോച്ച് ടു മാനേജ്മെന്റ് ഇംപ്ലിമെന്റ് ചെയ്യാം. എന്താ ഇതിനപ്പുറം പ്രത്യേകിച്ചൊന്നും പറയാനില്ല. എന്റെ മനസ്സിനകത്തൊരു പ്രത്യേക വികാരം തോന്നാറുണ്ട്. അതായത് ഇന്ത്യക്കാരെടുക്കാത്തത് ലോകത്തില് ശാസ്ത്രമണ്ഡലത്തില് അവസാനത്തെ വാക്കു പറയാൻ കഴിവുള്ള 29 കോടി ജനതയുള്ള 4 ടൈം സോണുള്ള അറ്റ്ലാന്റിക് ഓഷ്യനെയും പസഫിക് ഓഷ്യനെയും ബന്ധിപ്പിക്കുന്ന 239 രാജ്യങ്ങളില് എന്ത് സംഭവിക്കണമെന്ന് തീരുമാനിക്കുന്ന അമേരിക്കയിലെ ഏറ്റവും പ്രസിദ്ധമായ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയുടെ സിലബസിന്റെ ഭാഗമായി 51.5 നൂറ്റാണ്ട് മുമ്പ് BC 3140 കുരുക്ഷേത്ര ഭൂമിയിൽ വെച്ച് പറഞ്ഞ ഭഗവത്ഗീത 21ാം നൂറ്റാണ്ടിന്റെ സിലബസിന്റെ ഭാഗമായി മാറുക. ഇത് കൃഷ്ണന്റെ ഗ്രേറ്റ്നെസ് അല്ലേ? ഗുരുവായൂരപ്പന്റെ ഗ്രേറ്റ്നെസ് എന്നല്ല പറയാം, അതിനപ്പുറം കൃഷ്ണന്റെ ഗ്രേറ്റ്നെസ് മാത്രമല്ല. ഇന്ത്യൻ അപ്രോച്ച് ടു മാനേജ്മെന്റ് അത് 186 യൂണിവേഴ്സിറ്റികളിൽ അമേരിക്കയിൽ പഠിപ്പിക്കുന്നു. ഭഗവത്ഗീത സ്കൂളുകളിൽ പാരായണം ചെയ്യിപ്പിക്കുന്നു അമേരിക്കയില്. ആ ഭഗവത്ഗീത ഇന്ന് ലോകമെമ്പാടും ലെക്ചർ നടത്തുന്നവർ കോട്ട് ചെയ്യുന്നു. ഏറ്റവും അധികം ഭഗവത്ഗീത കോട്ട് ചെയ്യുന്നത് പണ്ടത്തെ റഷ്യയിലെ പ്രസിഡന്റ് ഗോർബച്ചേവ് തലങ്ങും വിലങ്ങും ഭഗവത്ഗീത കോട്ട് ചെയ്യാറുണ്ട്. എനിക്ക് സന്തോഷം തോന്നി. എന്താ മാറ്റല്ലേ, ഭഗവത്ഗീത ഗോർബച്ചേവ് കോട്ട് ചെയ്യാ. ഇനി ബുഷും കൂടി കോട്ട് ചെയ്താൽ പിന്നെ ഇനി നമ്മുടെ ജോലി കഴിഞ്ഞു, പിന്നെ റെസ്റ്റ് എടുക്കാം. അടുത്ത പ്രാവശ്യം നാരായണീയത്തിന്റെ സത്രം വേറെ എവിടെയെങ്കിലും വെക്കാം. കാരണം ബുഷ് പിന്നെ കോട്ട് ചെയ്താൽ പിന്നെ ഇനി ആരാ കോട്ട് ചെയ്യാനുള്ളേ? അപ്പൊ ആ ഭഗവത്ഗീത അവിടെ എടുക്കാം. ആ ഭഗവത്ഗീത തന്നെ ആൽബർട്ട് ഐൻസ്റ്റീൻ പറയാ, I get the inspiration from Bhagavad Gita for all my hypothesis and theorem. എന്റെ സിദ്ധാന്തങ്ങൾക്കും കണ്ടുപിടുത്തങ്ങൾക്കും എനിക്ക് ആവേശം നൽകിയത് ഭഗവത്ഗീതയാണെന്ന് ആൽബർട്ട് ഐൻസ്റ്റീൻ പറയാം. ആൽബർട്ട് ഐൻസ്റ്റീന്റെ ഇക്വേഷൻ ഉപയോഗിച്ച് ആദ്യത്തെ ആറ്റം ബോംബ് പൊട്ടിച്ച റോബർട്ട് ഓപ്പൻഹീമർ പറയാം, ദിവി സൂര്യ സഹസ്രസ്യ ഭവേദ് യുഗപദത്തിത. ആദ്യത്തെ ആറ്റം ബോംബ് പൊട്ടിച്ചത് റോബർട്ട് ഓപ്പൻഹീമറാണ്. ആ എക്സ്പെരിമെന്റിന് ഒരു പേരുണ്ട്, മൻഹാട്ടൻ എക്സ്പെരിമെന്റ് എന്നാ പറയാം. അപ്പൊ ആ മൻഹാട്ടൻ എക്സ്പെരിമെന്റില് ആദ്യത്തെ ആറ്റം ബോംബ് പൊട്ടുന്ന ശബ്ദവും പ്രകാശവും കണ്ട് അത് വികസിപ്പിച്ചെടുത്ത ലോക പ്രശസ്ത ശാസ്ത്രജ്ഞനായ റോബർട്ട് ഓപ്പൻഹീമർ ആ ബോംബ് പൊട്ടുന്ന ശബ്ദവും അതിന്റെ പ്രകാശവും കണ്ട് ഉദ്ധരിച്ചത് ഭഗവത്ഗീതയാണ്. ആലോചിച്ച് നോക്കാം. ആൽബർട്ട് ഐൻസ്റ്റീൻ ആറ്റം ബോംബിന്റെ ഇക്വേഷൻ കണ്ടുപിടിച്ചു, E=mc². ആ ഇക്വേഷൻ ഉപയോഗിച്ച് ആറ്റം ബോംബ് ഉണ്ടാക്കി റോബർട്ട് ഓപ്പൻഹീമർ. അപ്പൊ ഇക്വേഷൻ ഉണ്ടാക്കിയ ആൽബർട്ട് ഐൻസ്റ്റീൻ ആവേശം കൃഷ്ണന്റെ സന്ദേശം, ആറ്റം ബോംബ് പൊട്ടിച്ച റോബർട്ട് ഓപ്പൻഹീമർക്ക് ആവേശം ഭഗവത്ഗീത. ലോകത്തില് ഒരു ബോംബും ആവശ്യമില്ല എന്ന് പറഞ്ഞ ഗോർബച്ചേവ് എല്ലാ സ്ഥലത്തും കോട്ട് ചെയ്യുന്നത് ഭഗവത്ഗീത. ഇപ്പോ ആ വൈരുദ്ധ്യം അല്ലെങ്കിൽ കോംപ്ലിമെന്ററി, 2 വാക്കായാലും കുഴപ്പമില്ല. കോൺട്രഡിക്ടറി എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, കോംപ്ലിമെന്ററി എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. ആറ്റം ബോംബിന്റെ ഇക്വേഷൻ കണ്ടുപിടിച്ചതിന് ആവേശം ഭഗവത്ഗീത, ആറ്റം ബോംബ് പൊട്ടിച്ചവൻ ആവേശം ഭഗവത്ഗീത, ആറ്റം ബോംബ് വേണ്ട എന്ന് പറയുന്നവന് ആവേശം ഭഗവത്ഗീത. എന്തൊരു ഉജ്ജ്വലമായ കൃഷ്ണ സന്ദേശമാണത്. മാത്രമല്ല 2000 ആണ്ടില് പോപ്പ് ഇന്ത്യയിലേക്ക് വരേണ്ടായി. ഡൽഹിയിലെ തൽക്കത്തോറ സ്റ്റേഡിയത്തില് 4000 ബിഷപ്പുമാരോട് പോപ്പ് പറഞ്ഞു, യു ഹാവ് ടു സ്റ്റഡി ഭഗവത്ഗീത. ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ദ ബുക്ക് ഓഫ് 21st സെഞ്ച്വറി. 21ാം നൂറ്റാണ്ടിന്റെ ബുക്ക്
പുസ്തകം എന്ന് പറയുന്നത് ഭഗവത്ഗീതയാണ്. നിങ്ങൾ എല്ലാവരും ഭഗവത്ഗീത പഠിക്കണമെന്ന് ആവേശത്തോടുകൂടി പോപ്പ് അത് വിവരിക്കേണ്ടായി. അത്ഭുത